കേരളത്തിലെ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. LDFിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഭിമാന പോരാട്ടമാണ്. 2009 കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം CPM നടത്തുമ്പോൾ UDF മണ്ഡലം നിലനിർത്താനുള്ള അതിശക്തമായ ഒരു വാശിയോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ വടകര മണ്ഡലത്തെ വിലയിരുത്തുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ അനിൽകുമാർ. സ്വാഗതം ശ്രീ അനിൽകുമാർ. നമസ്കാരം. ഈ വടകരയിലാണ് മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിൽ വടകരയിലേക്ക് ഇപ്പോൾ കേരളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ ത്രികോണ മത്സരം നടക്കുന്ന മറ്റ് മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും ആലപ്പുഴയൊക്കെ. പക്ഷേ വടകരയിൽ ത്രികോണ മത്സരത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ BJP വോട്ട് വർധന ഒരുപക്ഷെ ഉണ്ടാകാം, അതെല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകാം. പക്ഷേ ഇവിടെ LDF UDF തമ്മിലുള്ള മത്സരമാണ്. വടകരയ്ക്ക് പ്രത്യേക പ്രാധാന്യവും ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പോൾ ഏത് തരത്തിൽ വിലയിരുത്തുന്നു എന്നാണ് അറിയേണ്ടത്. അല്ല, ഈ ചോദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇലക്ഷൻ ഓരോ മണ്ഡലത്തെയും നോക്കിക്കാണുന്നത് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളെയും TV-യിൽ വരുന്ന വാർത്തകളെയും മാറ്റിവെച്ചിട്ടാണ്. കാരണം അതെനിക്ക് പലപ്പോഴും അതിൽ വിഭിന്നമായി ചില മണ്ഡലങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നു. അതിനെ അല്ലാതെ തന്നെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാകുന്നു. വടകര മണ്ഡലം അത്തരത്തിലൊരു മണ്ഡലമാണ്. കാരണം വടകരയിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടത് അതിശക്തയായ ശൈലജ ടീച്ചർ അവതരിപ്പിക്കപ്പെട്ടു. ഒരല്പം താമസിച്ച് ഷാഫി പറമ്പിലെത്തുന്നു, സകല നിഗമനങ്ങളെയും തെറ്റിച്ചുകൊണ്ട്. ഷാഫി പറമ്പിൽ കളം പിടിച്ചതോടെ വടകരയുടെ ആകെ രാഷ്ട്രീയ പ്രതലം മാറിമറിയുകയാണ്. ഇതിന് കാരണങ്ങൾ അന്വേഷിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ വടകരയിൽ സംഭവിക്കുന്നു, അതിൻ്റെ ചരിത്രം പരിശോധിച്ചു. പലരും പറയുന്നത് വടകര ഒരു ഇടതുപക്ഷ മണ്ഡലം ആണ്. എന്നാൽ ലോകസഭയുടെ ചരിത്രം, ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ആ മണ്ഡലം കോൺഗ്രസിനോടൊപ്പം ആണ് നിന്നിട്ടുള്ളത്. തുടക്കത്തിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നു. പിന്നീടൊരു 6ഓളം തെരഞ്ഞെടുപ്പുകളിൽ പിന്നീട് ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിൻ്റെ വിജയിച്ചു വന്ന മണ്ഡലം. പിന്നീട് അവസാനം നമുക്ക് നോക്കുകയാണെങ്കിൽ 96, 98, 99 സമയത്തെ AK പ്രേമജവും സതീദേവിയായിട്ടുള്ള വിജയങ്ങൾ. അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രനും മുരളീധരനും ഒക്കെ വിജയിച്ചു വന്ന ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഒരു MP നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരം പലപ്പോഴും പല മണ്ഡലങ്ങളിലും പ്രകടമാകാറുണ്ട്, ഒരു സിറ്റിംഗ് MPയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് മുരളീധരൻ ഒരുപക്ഷെ അവിടെ നിന്ന് മാറിയത് നന്നായി കോൺഗ്രസിന് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് മുരളീധരൻ മോശമായതുകൊണ്ടല്ല, മറിച്ച് ഒരു ആൻറ്റി ഇൻകംബൻസ് ഭരിക്കുന്ന സിറ്റിംഗ് MPമാർക്കെതിരെ സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളിലും പ്രകടമാകാറുണ്ട്. അത് BJP MPമാരല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കാരണം അവർ പ്രതിപക്ഷത്ത് പോയി അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇവിടെ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാസ് എൻട്രി എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പും എൻ്റെ ഒരു ചൂടിനെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ശൈലജ ടീച്ചറിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ആരോപണങ്ങൾ ഉയർന്നു. അഴിമതി ആരോപണങ്ങളല്ല ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. അവരൊരു മികച്ച ഒരു ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഭൂരിപക്ഷം കൊടുത്തിട്ടും അവരെന്തുകൊണ്ട് മാറ്റി നിർത്തി? പാർലമെൻ്ററി 2 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നൊക്കെയുള്ള ന്യായം മുഖ്യമന്ത്രിക്കും ബാധകമാണ്. പക്ഷേ അങ്ങനെയല്ലാതെ പലരും തുടരുമ്പോഴും അവരെ മാറ്റി നിർത്തിയത് കൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ പ്രസക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. 1. 2, ഭരണവിരുദ്ധ തരംഗം, സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം പൊതുവേ ദൃശ്യമാണെന്ന് മിക്ക സർവേകളും അവകാശപ്പെടുന്നു. ഈ എല്ലാ സർവേകളും ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എങ്കിലും മിക്ക സർവേകളിലും ശരിയായി നടത്തുന്ന ചില സർവേകൾ കൂടി പ്രത്യക്ഷത്തിൽ അത് പറയുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം എല്ലാ മണ്ഡലങ്ങളിലും പ്രകടമാണ്. അങ്ങനെയെങ്കിൽ അതും ഷാഫി പറമ്പലിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി നിലകൊള്ളും. 3ാമത്തെ പ്രധാനപ്പെട്ട ഘടകമായി എനിക്ക് തോന്നിയത് മൈനോറിറ്റി വോട്ടുകളാണ്. ഈ മണ്ഡലത്തിലെ ഷാഫി പറമ്പലിൻ്റെ വരവോടുകൂടി ഈ മണ്ഡലത്തിലെ മൈനോറിറ്റി വോട്ടുകൾ കേന്ദ്രീകൃതമാവുകയും സ്വാഭാവികമായും അത് ഷാഫി പറമ്പലിന് ഗുണം ചെയ്യും എന്നുള്ള ഒരു അസംഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അടുത്തതായി ആ മണ്ഡലത്തിലെ ഞാൻ കരുതിയത് ഒരുപക്ഷെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ കൂടുതലായി ശൈലജ ടീച്ചറെ പിന്തുണയ്ക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അങ്ങനെയല്ല. സ്ത്രീ വോട്ടുകൾ സെക്യൂർ ചെയ്യാൻ ഷാഫി പറമ്പലിന് കഴിയുന്നു എന്നുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്.
ചെറുപ്പക്കാരുടെ ഇടയിലും കടന്നു കയറാൻ ഷാഫി പറമ്പലിന് കഴിഞ്ഞു എന്നുള്ള അർത്ഥം. ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പലിനോട് എനിക്ക് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല, പക്ഷെ ഒരു നാഷണലിസ്റ്റ് മുസ്ലിം ആയിട്ടുള്ള നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, ഒരു ചെറുപ്പക്കാരനാണ് എന്നത് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചോളം മെറിറ്റായി നിലകൊള്ളുന്നു. എന്നാൽ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇത്രയൊക്കെ പിന്തുണ നൽകി ഞങ്ങൾ അയച്ചിട്ടും നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ അവർ ഒതുക്കി മാറ്റി നിർത്തിയല്ലോ. ഇപ്പോൾ വേറൊരു വിമർശനം ഉണ്ടായിരുന്നുണ്ട്, ശൈലജ ടീച്ചറെ അവിടെ മത്സരിപ്പിച്ചത് തന്നെ ഒതുക്കാനാണെന്നൊരു അഭിപ്രായം പല കോണുകളിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജയിച്ചാലും തോറ്റാലും അതോടുകൂടി ശൈലജ ടീച്ചറിൻ്റെ കാര്യം കഴിയും എന്നുള്ള തരത്തിലുള്ള വാഗ്വാദങ്ങളും ഒക്കെ പല കോണുകളിൽ നമ്മൾ കേട്ടതാണ്. എന്തായാലും സംസ്ഥാനം കണ്ട ഏറ്റവും നല്ല ഒരു ഒരു ആരോഗ്യ മന്ത്രി എന്ന നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല മണ്ഡലത്തിൽ ചിരപരിചിത കൂടിയാണവർ. ഇപ്പം ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തത്. അവസാന ലാപ്പിൽ കളം പിടിക്കുമ്പോൾ രണ്ടു പേരും ഒപ്പത്തിനൊപ്പം ആണ് എന്നുള്ളതാണ്. കാരണം വാദത്തിനും പ്രതിവാദത്തിനും അവിടെ വിഷയങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ബോംബുകളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നതെങ്കിൽ മറുവശത്ത് ശൈലജ ടീച്ചറിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ള ആരോപണം വരുന്നു. അതിന് തിരിച്ചടി എന്നോണം കേസ് കൊടുത്തിട്ട് 20 ദിവസം നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ഷാഫിയുടെ ടീം ചോദിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ പ്രചരണം നിലനിൽക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണവിരുദ്ധ വികാരവും യുവാക്കളുടെ ഇടയിൽ കടന്നു കയറാൻ കഴിഞ്ഞതും മൈനോറിറ്റി വോട്ടുകളുടെ കേന്ദ്രീകരണവും അതുപോലെ തന്നെ ശൈലജ ടീച്ചർക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ പറഞ്ഞു വിട്ടിട്ടും നിയമസഭയിൽ ഒന്നും കൊടുക്കാതിരുന്നു, ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷാഫിക്ക് നേരിയ മുൻതൂക്കം മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മൾക്കൊക്കെ ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ ആ മണ്ഡലത്തിലെ വിലയിരുത്തിയാൽ രണ്ട് പേരും തമ്മിൽ ആര് വിജയിച്ചാലും തോറ്റാലും അവരുടെ ഭൂരിപക്ഷം വളരെ കുറവായിരിക്കുമെന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇപ്പം നടത്തിയ മിക്ക സർവേകളും 1-2% ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് പ്രകടമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു സംഭവവികാസം മണ്ഡലത്തിൽ ഉണ്ടായാൽ പോലും അത് ഈ സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ശരി. പക്ഷേ എങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിശകലനത്തെ നമ്മൾ നോക്കിക്കാണുന്ന വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും പറയാൻ കഴിയും, നേരിയ മുൻതൂക്കം ഷാഫി പറമ്പിൽ നേടുന്നു. അത് പല അനുകൂല സാഹചര്യങ്ങളിലൂടെയാണ്. പ്രത്യേക ഒരു ടീം തന്നെ ഷാഫിക്ക് അനുകൂലമായി അവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. പല കോണുകളിൽ നിന്നെത്തുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എത്രത്തോളം ശരിയാണ് നിർബന്ധമില്ല. എങ്കിലും ഒരു കാര്യം കൂടി, ശൈലജ ടീച്ചർ പാർലമെന്റിലേക്ക് പോയതിനു ശേഷം എന്ത് സംഭാവന വടകരയ്ക്ക് നൽകാനാണ് എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. മറിച്ച് ഇവർ തമ്മിലുള്ള മത്സരം, പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ കൂടുതൽ അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ വിജയിക്കുന്ന ഷാഫി പറമ്പിൽ പോകട്ടെ എന്നുള്ളൊരു തീരുമാനവും ജനങ്ങളുടെ ഉള്ളിലേക്ക് വന്നേക്കാം. അപ്പം ഈ ഘടകങ്ങളെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും വടകര മണ്ഡലത്തെ ഏതാണ്ട് കോൺഗ്രസിലേക്ക് ചെറുതായി ചായുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയും ദിവസങ്ങളുണ്ട്. നേരിയ പ്രശ്നങ്ങൾ പോലും മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ശൈലജ ടീച്ചറിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൻ്റെ ശരിയായ ഗതി അറിയണമെങ്കിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. പക്ഷെ നെഞ്ചുടിപ്പോടെ ഈ രണ്ട് സ്ഥാനാർത്ഥികളും മുന്നേറുമ്പോൾ ഒന്ന് നമ്മൾ മറന്നുപോയി, എന്താണ് BJPയുടെ പൊസിഷൻ എന്നുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രഫുൽ കൃഷ്ണ BJPക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വോട്ടുകൾ കൂടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ പൊതുവേ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നൊരു കാര്യം, കോൺഗ്രസ്സിന് BJPക്ക് വോട്ട് കൂടുമ്പോൾ അത് കോൺഗ്രസിനെ ബാധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നതെങ്കിൽ അടുത്ത കാലത്തായി പല മണ്ഡലങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ അത് ഒരുപക്ഷെ തൃശ്ശൂർ ഉൾപ്പെടെ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, BJPയുടെ വോട്ട് വർദ്ധിച്ചാൽ അത് കോൺഗ്രസിനേക്കാൾ ഇടതുപക്ഷത്തിനെ ബാധിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബേസും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബേസ് ഇപ്പോൾ രണ്ടായി മാറിയിരിക്കുന്നു. അതുമാത്രമല്ല BJPയുടെ വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബേസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തീയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വലിയ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഭാഗമാണ്, നമ്മളൊന്നും മറച്ചു വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, വടകരയിലുള്ളത്. അതിൽ ഏറിയ പങ്കും ഏതാണ്ട് പ്രഫുൽ കൃഷ്ണയോട് അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള കുറേ വോട്ടുകൾ പ്രഫുൽ കൃഷ്ണയ്ക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശരി. അത് യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചറിൻ്റെ ഒരു വോട്ട് ബാങ്കാണ്. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഏതെങ്കിലുമൊക്കെ വോട്ടുകൾ വർദ്ധിച്ചത് BJPയിലേക്ക് പോയാൽ അതിൽ കൂടുതൽ വോട്ടുകളും
ഏതാണ്ട് BJPക്ക് അനുകൂലമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അതും ഷാഫി പറമ്പലിന് അനുകൂലമായി മാറിയേക്കാവുന്ന ഒരു സാഹചര്യം മണ്ഡലത്തിലുണ്ട്. ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഷാഫിക്ക് ഞാനൊരു മുൻതൂക്കം കാണിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ വടകരയിൽ CPM-ന് ചില പ്രതികൂല ഘടകങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ ഈ RMP രൂപീകൃതമായ നാൾ മുതൽ CPM-ന് അവിടെ ഒരു അടിത്തറ നഷ്ടപ്പെട്ടു വരികയാണ്. 2021 KK രമയുടെ വിജയം, കൂടാതെ ഇപ്പോൾ 2024 TP ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും ചർച്ചാ വിഷയമായി. പിന്നെ പാനൂര് ബോംബ് സ്ഫോടനം, ഇതൊക്കെ അവർക്ക് പ്രതികൂല ഘടകങ്ങളായി മാറുകയല്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിലേ പറഞ്ഞത്, അവിടെയുള്ള ശൈലജ ടീച്ചറിൻ്റെ ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ മേന്മ നമ്മൾ പറയുന്നത് അവർ സ്വീകാര്യ ഒരു സ്ഥാനാർത്ഥിയാണ്. പൊതുവേ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. നന്നായി അവർ കേരളത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യരംഗം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു ഇമേജ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പൊതുവേ സംഭവിക്കുന്ന അതിനെതിരെ ഇപ്പം SFIയും ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ബോംബ് രാഷ്ട്രീയം, ഇതൊക്കെ സ്വാഭാവികമായും ശൈലജ ടീച്ചർക്ക് മണ്ഡലത്തിൽ വിനയായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ വിട്ടുപോയതാണ്, RMP ഫാക്ടർ അങ്ങ് ചോദിച്ചത് വളരെ ശരിയാണ്. തീർച്ചയായിട്ടും രമയോടും പക്ഷത്തോടും ചേർന്ന് നിൽക്കുന്ന വോട്ടുകൾ അത് ഷാഫി പറമ്പലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനോട് റെഡ്ജിനുള്ള എല്ലാ സാധ്യതകളും കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതൊക്കെ രാഷ്ട്രീയപരമായി നമ്മുടെ കണക്കുകൂട്ടലുകളാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ ഇമോഷണലായിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാവുന്ന എന്ത് ഘടകവും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങൾ, അവർ എത്രത്തോളം ജനങ്ങളുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നു, ഇതൊക്കെ വളരെ ഘടകമാണ്. അതിൽ പോലും ഷാഫിക്ക് കടന്നു കയറാൻ കഴിയുന്നു, മണ്ഡലത്തിൽ പെട്ടെന്ന് വന്നിട്ട് ഒരു കളം പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഷാഫിയുടെ ഒരു മിടുക്കാണ്. ആ ഒരു മിടുക്കിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഘടകങ്ങളെല്ലാം ഷാഫിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത്. ഷാഫിക്കെതിരെ ആകപ്പാടെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് വ്യക്തിഹത്യയാണ്. ശൈലജ ടീച്ചർക്കെതിരെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ, എവിടെ വീഡിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ഷാഫി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ അതിനെ എൻ്റർടൈൻ ചെയ്യില്ല, അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുന്നതിൽ തെറ്റില്ല. മാത്രമല്ല ഷാഫി പറയുന്നൊരു കാര്യമുണ്ട്, 20 ദിവസം മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എവിടെ നടപടി, എല്ലാ സന്നാഹങ്ങളും ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുള്ളപ്പോൾ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഷാഫിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഒരു വശത്ത് ഷാഫിയെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വമായി ഷാഫി ചെയ്യുന്നു. പക്ഷേ ഷാഫിയോടൊപ്പമുള്ള ടീം പല വിഭാഗക്കാരുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം. പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അത് വേണ്ട അത്ര വലിയ തോതിൽ ഷാഫി അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഈ ബോംബ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ വന്നിട്ടുള്ള തിരിച്ചടികളും ഈ പ്രതികൂലമായ ഭരണവിരുദ്ധ കാലാവസ്ഥയും ഒക്കെ ഷാഫി പറമ്പലിന് അനുകൂലമായി നിൽക്കുന്നു. അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മുരളീധരൻ ഇവിടെ ഇപ്പോൾ മത്സരിച്ചിരുന്നുവെങ്കിൽ വലിയ പരാജയം നേരിടേണ്ടി തീർച്ചയായിട്ടും. അതാണ് മുരളീധരനും ശൈലജ ടീച്ചറും കമ്പാരിസണുള്ളൊരു സ്ഥാനാർത്ഥിയല്ല. അവിടെ വേറൊരു ഫാക്ടർ വരുന്നത്, മുരളീധരൻ നിന്നാൽ മൈനോറിറ്റി വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് മുരളീധരനെ കിട്ടണമെന്ന് നിർബന്ധവും ഇല്ല. പക്ഷേ ഷാഫി വരുമ്പോൾ മുരളീധരന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ചില വോട്ടുകൾ പോലും ഷാഫിയിലേക്ക് വരും കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി വോട്ടുകൾ കുറേയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ ഇത്തവണ അവിടെ ആ മണ്ഡലത്തിൽ ശൈലജ ടീച്ചറിന് അനുകൂലമായി പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്ന മുരളീധരന് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് പോലും ഇപ്പോൾ മത്സരിച്ച മുരളീധരന് കിട്ടില്ല. അതുകൊണ്ട് ഷാഫിയെ മാറ്റി അവിടെ മുരളീധരനെ മാറ്റി അവിടെ ഷാഫി സ്ഥാനാർത്ഥി എത്തിയത് തീർച്ചയായിട്ടും അവിടെ യു ഡി എഫിൻ്റെ വിജയത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.